ഹായ്, വെൽക്കം ടു ശ്രീഗ്രേസ് ഫാമിലി വ്ളോഗ്സ്. ഇന്നൊരു ചിക്കൻ കറി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ചുവന്നുള്ളി, വെളുത്തുള്ളി, ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള 2 എണ്ണം, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി. ആവശ്യത്തിനുള്ള ചിക്കൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 1 കിലോ ചിക്കനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചതും തേങ്ങാക്കൊത്തും എടുത്തിട്ടുണ്ട്. ആദ്യം പാൻ ചൂടായതിനു ശേഷം എടുത്തു വെച്ചിരിക്കുന്ന മസാല നന്നായിട്ടൊന്ന് മൂപ്പിച്ച് മാറ്റി വയ്ക്കുക. ഇതേ പാനിൽ തന്നെ എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ തേങ്ങാക്കൊത്ത് കഴിവതും ഒഴിവാക്കാതിരിക്കുക കേട്ടോ. ഈ തേങ്ങാക്കൊത്ത് കടിക്കാൻ കിട്ടുമ്പോഴുള്ള ടേസ്റ്റ് അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ തേങ്ങാക്കൊത്ത് ഒഴിവാക്കല്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും ചേർത്ത് വഴറ്റിയെടുക്കുക. ഇത് നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആട്ടോ ചേർക്കേണ്ടത്. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയ ശേഷം നമ്മൾ ഇനി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള ചേർക്കാനുള്ള സമയമാണ്. അപ്പൊ സവാള ചേർക്കുമ്പോൾ തന്നെ ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്ന് വാടി കിട്ടാനാട്ടോ ഇത്. സവാള ഏകദേശം ഒരു 1/4 ഭാഗം വാടി കഴിയുമ്പോഴാണ് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി ചേർക്കേണ്ടത്. ഉള്ളിയും നന്നായിട്ട് വാടിയതിനു ശേഷം നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് ഈ മസാല മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചാണ് എടുക്കേണ്ടത്. തക്കാളി നന്നായി വെന്തതിന് ശേഷം ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. മസാല എല്ലാ കഷ്ണത്തിലും ആകുന്ന രീതിയിൽ നന്നായിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ടാണ് വേവിക്കേണ്ടത്. അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമ്മുടെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ചിക്കൻ ഒരുപാട് ഗ്രേവി ആയിട്ടല്ല കേട്ടോ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വെള്ളം നന്നായിട്ട് പറ്റിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നല്ല വെന്ത മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ഒരു 1/2 ടീസ്പൂൺ മാത്രം നമ്മുടെ കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർക്കുക. ഇതിനി ഈ ചിക്കൻ കഷ്ണത്തിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞു വെച്ച നമ്മുടെ ചുവന്നുള്ളിയും പിന്നെ നമ്മുടെ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഏകദേശം 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. ഇതിൻ്റെ രുചിയൊന്ന് വേറെ തന്നെ കേട്ടോ, ആ ഒരു സ്മെല്ലും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമ്മളെടുത്ത് നമ്മുടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് മറിച്ചെടുക്കുക. അപ്പോൾ അവസാനം ചേർത്ത പച്ച വെളിച്ചെണ്ണയും ചുവന്നുള്ളിയൊന്നും ഒട്ടും സ്കിപ്പാക്കരുത് കേട്ടോ. അതിൻ്റെ ടേസ്റ്റും മണവും ഒക്കെ വേറെ ലെവൽ തന്നെയാണെന്ന്. അപ്പോൾ ഒരിക്കലെങ്കിലും ഈ രീതിയിൽ ചിക്കൻ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബൈ.